അൻവറിന്റെ ഒപ്പം നിന്ന ആൾക്കാർ സുഖമല്ലാത്ത എല്ലാ ആൾക്കാരും ഇപ്പൊ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് അൻവറിനായിട്ട് തെറ്റിപ്പോയി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ? അൻവറിന്റെ നിലപാടില്ലാഞ്ഞിട്ട് കൊണ്ട്. അൻവറിന് പാർട്ടി കൊണ്ട് നടക്കാനുള്ള കെൽപ്പില്ല. പണം ഉണ്ടായതിനെ കൊണ്ട് കാര്യമല്ലല്ലോ. അൻവർ ഇപ്പൊ കുറച്ച് ക്ഷീണത്തിലാണ്. ഇനി അൻവർ കുറച്ച് ഇതിലും വലിയ ഉഷാറിൽ വരും. അൻവർ PV അൻവറിന് ഈ ദുനിയാവ് തന്നെ കാണാനല്ല. പിന്നെയാണ് PV അൻവറിനുള്ള പേരണ്ണി നിലമ്പൂർക്കാർ പറഞ്ഞേക്കണത്. പിന്നെയാണ് PV അൻവർ പറഞ്ഞത് മാറ്റി പറയും, മാറ്റി പറഞ്ഞത് പിന്നെയും മാറ്റി പറയും. അങ്ങനെ ഒരു വ്യക്തമായ നിലപാടില്ലാത്ത ഒരാള്, അത്രേ പറയാൻ പറ്റുള്ളൂ. അതാപ്പോ ഞങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നത്, എന്ത് PV അൻവർ എവിടെ, പാർട്ടി എവിടെ ഇല്ല. ഓൻ്റെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു അടിത്തറയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നുണ്ട്. മുന്നേ ഇവിടെ ഇല്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മാത്രമാണ് ഓൻ ഇവിടെ 4 ആളുണ്ടായത്, ഒരു അടിത്തറ ഉണ്ടായത്. അതിന് പോയപ്പോൾ അതിൻ്റെ അതും പോയി. ഇനിയിപ്പോൾ ഇവിടെ ഒറ്റക്ക് അങ്ങനെ പിടിച്ച് കാണാനും കഴിയില്ല. ഒന്നില് മുന്നണിയിൽ എടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരണം. ഇത് രണ്ടുമില്ലാതെ ഒറ്റക്ക് ഇവിടെ ആരെ കൊണ്ട് പിടിച്ചിക്കാൻ കഴിയില്ല. താൽക്കാലിക നേട്ടം മാത്രമാണ് ഈ 20,000 വോട്ട് എന്ന് പറയുന്നത്. അത് അപ്പത്തെ ഒരു ട്രെൻഡിൽ കിട്ടിയാണ്. ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ ആ 20 കിട്ടണ ഒരു പ്രതീക്ഷയില്ല. അൻവറിന്റെ പാർട്ടിയും അൻവറും ഇപ്പോൾ ചിത്രത്തിലില്ലല്ലോ. അൻവറിന്റെ അത് പോയില്ലേ, മറ്റേ പോയില്ലേ, എവിടെയില്ലല്ലോ. പാർട്ടി പടമില്ല. പാർട്ടി പടം പഞ്ചായത്തിൽ കുറെ ആൾക്കാരെ നിർത്തിയിരുന്നു. അതൊക്കെ തോറ്റു പോയി. 6 വോട്ടായിട്ട് എല്ലാവർക്കും കേൾക്കാനില്ല, ചിത്രത്തിലില്ല അൻവർ. അൻവറുമില്ല, അൻവറിന്റെ പാർട്ടിയില്ല. ഇന്നത്തെ പെട്ടെന്നൊന്ന നിയമസഭാ ഇലക്ഷന്റെയും ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഓളം ഉണ്ടാക്കിയെന്നുള്ളൂ. അല്ലാതെ PV അൻവറിന്റെ പാർട്ടിയായിട്ട് ഇവിടെ ശക്തമായ പാർട്ടി ഒന്നും നിലമ്പൂർ ഭാഗത്തില്ല. അൻവർ നിന്നൊരു പാർട്ടി ഉണ്ടല്ലോ, അൻവർ പൈസ മുടക്കി പിന്നെ നിന്നൊരു പാർട്ടി ഉണ്ടല്ലോ. ആ പാർട്ടി അൻവർ പോയോടുകൂടി പറ്റാടി പോയി. അതുകൊണ്ടാണ് പിന്നെ തോൽവിയാകാൻ കാരണം. ഇപ്പൊ ശരിക്കും അൻവറിന്റെ നേതൃത്വത്തിലില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പര് എവിടെ നിൽക്കണമെന്ന് മൂപ്പർക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. പാർട്ടി എന്ത് പാർട്ടി? അൻവർ എവിടെ, പാർട്ടി എവിടെ? അത് രണ്ടാളും എവിടെ മറഞ്ഞു പോയി. ഇത് എടുക്കാത്ത നാണയമായി പോയി. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. നിലമ്പൂരിന്റെ സുൽത്താൻ എന്നാണ് PV അൻവർ അറിയപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ 20,000-നടുത്ത് വോട്ട് കൊടുത്താണ് ജനങ്ങൾ നെഞ്ചിലേറ്റിയത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലേക്കുള്ള ചലനങ്ങൾ അൻവറിന്റെ പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അൻവറിന് എന്ത് പറ്റി, പാർട്ടിക്ക് എന്ത് പറ്റി? ഇനി നിലമ്പൂർകാർ പറയട്ടെ. പാർട്ടിയില്ല, അൻവറും ഇല്ല. അൻവറിന്റെ പാർട്ടി ഇല്ലപ്പോ. തൃണമൂൽ കോൺഗ്രസ് നശിച്ചുപോയി. അതുകൊണ്ട് അങ്ങനെ പറയുന്നേ? അങ്ങനെ പറയണില്ലല്ലോ, സംഭവം ഇല്ലല്ലോ. ചിത്രത്തിൽ അവിടെ ഇല്ലല്ലോ. ഇല്ല, നിലമ്പൂരുകാരായിട്ട് പറയാണ് പിക്ചറിലില്ല. ഇല്ല, പിക്ചറിലില്ല. അൻവറിന്റെ ഒപ്പമുള്ള പാർട്ടിക്കാരും ഒപ്പം നിന്നിരുന്ന ആൾക്കാരെല്ലാം പോയി. എങ്ങനെ? അൻവറിന്റെ ഒപ്പം നിന്ന ആൾക്കാർ സുഖമല്ലാത്ത എല്ലാ ആൾക്കാരും ഇപ്പൊ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് അൻവറിനായിട്ട് തെറ്റിപ്പോയി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചേ? അൻവറിന്റെ നിലപാടില്ലാഞ്ഞിട്ട് കൊണ്ട്. അൻവറിന് നിലപാടുകളില്ലല്ലോ. ഉണ്ടോ? എന്താ ഇപ്പൊ അൻവറിന്റെ പാർട്ടി? അൻവറിന്റെ പാർട്ടി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, കേരളത്തിലില്ല. നിലമ്പൂർ നിയോജകമണ്ഡലത്തിലും ഇല്ല. നിലമ്പൂർ എവിടെയില്ല. എത്ര വോട്ട് കിട്ടി അൻവറിന് മൊത്തത്തില് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, അൻവർ 2000 വോട്ട് കിട്ടിയോ? 2000 വോട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അൻവറിന് പാർട്ടി കൊണ്ട് നടക്കാനുള്ള കെൽപ്പില്ല. പണം ഉണ്ടായതിനെ കൊണ്ട് കാര്യമല്ലല്ലോ. മുന്നിൽ നയിക്കാനുള്ള തൻ്റെ ഇടം കൂടി വേണ്ടേ? അതില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? ഇല്ലാഞ്ഞത് കൊണ്ട്. അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല, നിലമ്പൂർക്കാരാ പറയേണ്ടത്. നിലമ്പൂർക്കാർ പറഞ്ഞു അങ്ങനെ ഇല്ല. അൻവറിന് പാർട്ടിനെ മുന്നോട്ട് നയിക്കാനുള്ള കെൽപ്പില്ല. ഉണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ശക്തി കാണിക്കൂലേ? PV അൻവറിന് ഈ ദുനിയാവ് തന്നെ കാണാനല്ല. പിന്നെയാണ് PV അൻവറിനുള്ള പേരണ്ണി നിലമ്പൂർക്കാർ പറഞ്ഞേക്കണത്. പിന്നെയാണ് PV അൻവർ ഈ ചിത്രത്തിലുമില്ല, ഈ ലിസ്റ്റിലുമില്ല. അത് തള്ളിക്കളഞ്ഞു അടഞ്ഞ അധ്യായം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതങ്ങനെ മതി. പാർട്ടിയിൽ നിന്ന് പോയി, പാർട്ടി പുറത്തായി. ഇവനൊരു നിലയും പേരും ഒക്കെ പോയി. ആൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരു 20,000 വോട്ട് പിടിച്ചു. ഇനി ഇലക്ഷൻ വരികയല്ലേ, എത്ര പിടിക്കുന്നു കണ്ടറിയാം. ഓടാൻ സ്ഥലം ഉണ്ടാവില്ല. അൻവറിന്റെ പാർട്ടി എന്തായി? പാർട്ടി അവിടെയും ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. പ്രവർത്തകർ ആരും ഇതുവരെ ഒരു അഡ്രസ്സും ഇല്ല. നിങ്ങൾ ഒരു നിലമ്പൂർക്കാരനാണ്. അൻവറിന്റെ PV അൻവർ ഉണ്ടാക്കിയ പുതിയ പാർട്ടിയുടെ ഇപ്പോഴത്തെ പിക്ചർ എന്താണ്? നിലവിലെ പിക്ചർ എന്ന് പറഞ്ഞാൽ അവൈലബിൾ അല്ല. നമുക്ക് അതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഒരു വർക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കണ്ടിട്ടില്ല, കാണുന്നില്ല. അൻവർ എന്നുള്ള ഒരു വ്യക്തി ശരിക്കും ഒരു പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള കപ്പാസിറ്റി ഉള്ള ആളല്ലേ? കപ്പാസിറ്റി ഉള്ള ആളാണ് ചോദിച്ചാൽ ഒരു കാലത്ത് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊക്കെ മണ്ടത്തരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് മാറ്റി പറയും, മാറ്റി പറഞ്ഞത് പിന്നെയും മാറ്റി പറയും. അങ്ങനെ ഒരു വ്യക്തമായ നിലപാടില്ലാത്ത ഒരാള്, അത്രേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അത് നമ്മൾ കാണണല്ലേ, ന്യൂസ് അവരുടെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 4 ന്യൂസ് ചാനൽ എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അൻവറിന്റെ വാർത്താ അഭിമുഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. രണ്ടൊന്നുമില്ല. ആദ്യം ഒന്നുമില്ല. എങ്ങനെ? ആദ്യം ഒന്നുമില്ല. ഇവിടെ മാർക്സിസ്റ്റിന്റെ ഭാഗമായി നിന്നപ്പോ ഒരു MLA ആയി.
അതിന് പോയപ്പോൾ പോവുകയും ചെയ്തു. അതിന് ഇത് കവിഞ്ഞൊന്നുമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പറയുന്നുണ്ടോ അതിന് ഒരു അടിത്തറ ഓനില്ല ഇവിടെ. ഓൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു അടിത്തറയും ഇടതുപക്ഷൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നുണ്ട്. മുന്നേ ഇവിടെ ഇല്ല. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ മാത്രമാണ് ഓനിവിടെ 4 ആളുണ്ടായത്, ഒരു അടിത്തറ ഉണ്ടായത്. അതിന് പോയപ്പോൾ അതിൻ്റെ അതും പോയി. അത്ര തന്നെ ഉള്ളൂ. അവരുടെ പാർട്ടി ഇപ്പൊ എന്തായി? പാർട്ടി എന്ത് പാർട്ടി? അൻവർ എവിടെ? പാർട്ടി എവിടെ? അത് രണ്ടാളും എവിടെയോ മറഞ്ഞു പോയി. ഇത് എടുക്കാത്ത നാണയമായി പോയി. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? പറയുന്നത് പറഞ്ഞാൽ അതിന് ആരുമില്ല. അവന് എവിടെയുള്ളത്? അന്ന് ഇടതുപക്ഷത്തിന്റെ MLA ആയി 10 വരെ നിന്നപ്പം ഇടതുപക്ഷത്തിന് വരണ്ടായപ്പോൾ പല നേരത്തും പല പ്രവർത്തനത്തിനും ഓനെ മുന്നിൽ നിർത്തി. അപ്പോൾ ഓന് തോന്നി ഞാനാണ് ഇതൊക്കെ ഏറ്റിക്കണമെന്ന്. അതിന്റെ ഓന്റെ അഹങ്കാരത്തിന് ഓന് കിട്ടിയ തിരിച്ചടിയാണിത്. പണി പാളിയോ? ഓന് പണി പാളിയാക്കണു. അത് എന്നോ പോയിക്കണേ. ഇവിടെ ഇല്ല. നിലമ്പൂർ പ്രദേശത്ത് അവരില്ല, ഇതിലില്ല, കാണുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എങ്ങനെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥികളോ അവരുടെ ആളുകളോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് അത് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതായത് നല്ല രീതിയിലേക്ക് ജനങ്ങൾ വോട്ട് കൊടുത്താണ്. വോട്ട് കൊടുത്തിട്ടില്ല എന്നല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അൻവറിന്റെ പ്രത്യേകിച്ച് ഇപ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലൊരു പ്രദേശമാണിത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി 2 or 3 വാർഡുകളൊക്കെ അൻവറിന്റെ പാർട്ടി മത്സരിച്ചു. എവിടെ അവർക്കൊരു വോട്ടോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ അവർ നിർത്തി. അവർക്കൊന്നും വോട്ട് നേടാനൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് ചെറിയൊരു സംശയം ഞാൻ ചോദിക്കുകയാണ്, അതിനുള്ള ഉത്തരം നിങ്ങൾ തരണം. അതായത് നല്ലൊരു സ്ഥാനം ലഭിച്ചു, ആ സ്ഥാനം എങ്ങനെ ഉപയോഗം ചെയ്യണം എന്നുള്ള കണ്ടീഷനിലേക്ക് അറിയാതെ പോയോ? അൻവറിന് നേതൃത്വം ഇല്ലാത്ത ലെവലിൽ പോയോ? തീർച്ചയായും. എന്ത്? തീർച്ചയായും അത് തന്നെയല്ലേ നമ്മൾ മുന്നിൽ കാണാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ള അൻവർ ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന് കുറേ സാഹചര്യങ്ങളെല്ലാം വളരാനുള്ള എല്ലാ സാഹചര്യവും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ചില കാരണങ്ങളാൽ, അത് ഞങ്ങൾക്കറിയില്ല, ആ കാരണങ്ങൾ ആ പാർട്ടി വിട്ട ആളാണ്. ഇപ്പോൾ അദ്ദേഹം എവിടെ എത്തിപ്പെടാത്തൊരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് എവിടെ എത്തിപ്പെടാത്ത അവസ്ഥ? എവിടെ എത്തിപ്പെടാത്ത അവസ്ഥ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നിരുന്നൊരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അതിൽ നല്ല ശോഭിച്ച് ഒരു MLA ആയി അടുത്തൊരു അധികാരം ഇടതുപക്ഷ സർക്കാരിന് കിട്ടുകയാണെങ്കിൽ മന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു നേതാവായിരുന്നു. സാഹചര്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്തരം മൂവ്മെൻറ്റുകൾ കൊണ്ട് അദ്ദേഹം സർക്കാരുമായി കുറച്ച് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചില കശപിശകൾ കാരണം അദ്ദേഹം അത് രാജിവെച്ച് പോന്നു. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം പോലെ തന്നെ അദ്ദേഹം അവിടെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. അൻവറുടെ പാർട്ടി അൻവർ പോയതോടുകൂടി പാർട്ടി അടി പോയി. അത് അൻവറിന്റെ പാർട്ടി ഇല്ല. അൻവർ നിന്നിരുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, അൻവർ പൈസ മുടക്കി പിന്നെ നിന്നിരുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി അൻവർ പോയോടുകൂടി പറ്റാടി പോയി. അതുകൊണ്ടാണ് പിന്നെ തോൽവിയാകാൻ കാരണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞത് നമുക്ക് അനുഭവമല്ല ഇപ്പോൾ. കാരണം 2 തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ പൈസ കൊണ്ടാണ് ഇവിടെ ജയിച്ചെന്നുള്ളതിന് ഇത്രയും ഭൂരിപക്ഷം കിട്ടാണ് കാരണം. അൻവറിന്റെ പൈസയുടെ തളപ്പും അതിനുള്ള പ്രവർത്തനമായിരുന്നു. അൻവർ പോയോടുകൂടി പറ്റുറങ്ങി. എല്ലാവരും അൻവറിന്റെ അണികളും കുറെ പോയി. പിന്നെ പ്രവർത്തിക്കുന്ന ആളില്ലാതായി, പൈസയും ചെലവാക്കുന്ന ആളില്ലാതായി കാണും. അതുകൊണ്ട് ഈ കാര്യം നമുക്ക് മനസ്സിലാണ്ട്. അൻവറിന്റെ പാർട്ടി പിരിച്ചുവിടുന്ന കണ്ടീഷനിലൊക്കെ ആയോ? അൻവറിന്റെ പാർട്ടി നല്ല ശരിക്കും അൻവറിന്റെ ഒരു പാർട്ടി അങ്ങനെ ഉണ്ടായിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് ആണല്ലോ ഉണ്ടായിരിക്കുന്ന പാർട്ടി. അതങ്ങനെ ക്ലച്ച് പിടിച്ചിട്ടില്ല ഇവിടെ. പിന്നെ ഇപ്പൊ പിരിച്ചുവിടേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചത്, ഇത്ര നല്ല രീതിയിൽ ഒരു പവർഫുൾ ആയിട്ടൊരു സാധനം കിട്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത പോയോ അൻവറിന്? അൻവറിന് ശരിക്കും നേതൃത്വം ഇല്ലാണ്ടായി പോയോ? അല്ല, അൻവർ നേതൃത്വം ഇല്ലാതായി പോയി നടപ്പോ ഇതുകൊണ്ടാണ് അൻവർ വിചാരിച്ചത് CPM നേതൃത്വം ഇല്ലാണ്ടായി പോയോ? ഇപ്പൊ ശരിക്കും അൻവറിന്റെ നേതൃത്വം ഇല്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പര് എവിടെ നിൽക്കണമെന്ന് മൂപ്പർക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. എന്തുകൊണ്ടാ? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര് ഇപ്പൊ ശരിക്കും ഒരു ഔദ്യോഗികമായിട്ട് ഒരു സ്ഥാനത്തൊന്നും ഇല്ല, എവിടെയില്ല. നേതൃസ്ഥാനത്തോ അതേമാതിരി ഒന്നും എവിടെയും കാണില്ല. മൂപ്പരതായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടാവും, അത് നമുക്ക് അറിയണില്ല. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഓനോട് തന്നെ ചോദിക്കണ്ടല്ലോ. എന്നോട് ചോദിച്ചാൽ എനിക്കതിനെ പറ്റി അറിയില്ല. നിങ്ങളുടെ അവസ്ഥ എന്താ തോന്നുന്നത്? നമ്മളെ അവസ്ഥയിൽ ഓൻ പരാജയത്തിൽ കാണുന്നില്ലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? എന്തിനെന്ന് പറഞ്ഞാൽ ഓൻ ഇവിടെ ആൾക്കാർ പിൻബലം കാണുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്. മറ്റ് അൻവർ എന്ന് പറഞ്ഞാൽ എല്ലാവരും 4 ആളുണ്ട്, ഇപ്പോൾ അവിടെ കാണില്ല, രംഗത്തില്ല. ഇപ്പം അൻവർ എന്തുകൊണ്ടാണ് രംഗത്ത് വരാത്തത്? ഓൻ്റെ രാഷ്ട്രീയ ഭാവി പിന്നോട്ടായി അല്ലാതെ മനസ്സിലാക്കണേ. നിങ്ങൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ ഭാവി പിന്നോട്ടായി എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ ആയി നമുക്ക് കാണുന്നില്ലേ? മുന്നോട്ടില്ല, ഞാൻ പിന്നോട്ടല്ലേ വരാ. ഒരാൾ മുന്നോട്ട് പോകണേ പിന്നോട്ടല്ലേ വരാ. അപ്പൊ പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ്, വേറൊന്നല്ല. അൻവർ സ്വയം ഇല്ലാതായതാണ്. അല്ലാതെ സ്വയം ഇല്ലാതായതാണ്. പാർട്ടിയിൽ നിന്ന് ഓന് ഒരു അവഗണന നേരിട്ടിട്ടില്ല. സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്ട് സ്വയം പുറത്തു പോയതാണ്. ഇപ്പൊ എന്തായി അവസ്ഥ? താൽക്കാലിക ഒരു 20,000 വോട്ട് കിട്ടി. പക്ഷെ ആ വോട്ട് ഇനി നിലനിൽക്കും തോന്നുന്നില്ല. അപ്പോൾ പാർട്ടി ഇല്ലാതെയില്ലേ, അപ്പം ഒരു നിലനിൽപ്പില്ല. ഇനി ഇപ്പോൾ ഇവിടെ ഒറ്റക്ക് അങ്ങനെ പിടിച്ച് കാണാനും കഴിയില്ല. ഒന്നിൽ മുന്നണിയിലെടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേരണം. ഇത് രണ്ടും ഇല്ലാതെ ഒറ്റക്ക് ഇവിടെ ആരെ കൊണ്ട് പിടിച്ചിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയണേ?
അങ്ങനെ പറഞ്ഞാൽ ഇതുവരത്തെ മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ്. ആരെ കൊണ്ട് പിടിച്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു താൽക്കാലിക നേട്ടം മാത്രമാണ് ഈ 20,000 വോട്ട് എന്ന് പറയുന്നത്. അത് അപ്പത്തെ ഒരു ട്രെൻഡിൽ കിട്ടിയാണ്. ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ ആ 20 കിട്ടണ ഒരു പ്രതീക്ഷയില്ല. കൃത്യമാണ്. കറക്റ്റാണ്. ഇത്ര വോട്ടിന് കിട്ടൂല. അപ്പത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഓന് നിലവിൽ MLA ആയിരുന്നല്ലോ, അപ്പത്തെ ഒരു സാഹചര്യത്തിൽ കിട്ടിയ വോട്ടാണ്. ഇനിയിപ്പോൾ 20,000 കിട്ടുമെന്ന് തോന്നുന്നില്ല. അൻപറിന് ഒരു അഡ്രസ്സും ഇല്ല, ഇവിടെ നാട്ടിലുണ്ടാവും. എന്താണ് കഥ? പാർട്ടിയുടെ കഥ എന്താ? അൻപറിന്റെ ആകെ പോയില്ലേ, മറ്റേ പോയില്ലേ, എവിടെയില്ലല്ലോ. എന്താ അങ്ങനെ പറയണേ? നീ വഹിക്കുന്നൊന്നുമില്ല, ഇനി അവിടെ അരീക്കോടെ വഹിക്കണ്ടോന്നാ പറയാ. എന്താ അങ്ങനെ പറയണേ? ഇല്ല, ആ സാധനം ഇല്ലാത്തതുകൊണ്ടല്ലേ പറയണ്ടത്. പാർട്ടി പോയി എന്നാണോ പറയണേ? ഇവളം കൊണ്ട് ഒറ്റ പോയി. ഏതെങ്കിലും ഒരു പാർട്ടിയെ ചാരാല്ല, ഒറ്റക്ക് നല്ല ഇവിടുന്ന് കഴിച്ചിലാണ്. ഏതെങ്കിലും പാർട്ടി വേണ്ട ചാരാവും, അതില്ല, അതുകൊണ്ടൊക്കെ പോയി. ഈ അൻപറും പാർട്ടി ഇവിടെ ഒന്നുമല്ല, ഒരില്ല. ഇവിടെ ഉണ്ടെങ്കിൽ ഈ സെൻട്രൽ കാണുന്നില്ല പഞ്ചായത്തിൻ്റെ. ഈ അൻപർ ഇവിടെ ഫാക്ട് ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പം ഇല്ല, വേറെ ഒറ്റ പോയി. എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഒരു ജനങ്ങൾ സപ്പോർട്ടില്ല. ജന സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ. അയാൾ ഉണ്ടെന്ന് അയാൾ തോന്നിച്ചായിരുന്നു ഇവിടെ കുറേ ആളെ കൂട്ടിയിട്ട്. ഇപ്പം അയാൾക്ക് ഒന്നുമില്ല, ഇപ്പോൾ ഇവിടെ UDF തന്നെയാണ്, വേറെ ആർക്കും മെച്ചമില്ല. അതാണ് എൻ്റെ പറഞ്ഞു. എന്താണ് ശരിക്കും പി വി അൻവറിനോട് സംഭവിച്ചത്? സംഭവിച്ചാണ് പി അൻവർ പെട്ടെന്ന് ചാടിയിട്ട് ഓൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞ് ഓന് പറയുന്ന സ്ഥാനാർത്ഥിനെ നിർത്താൻ UDF എന്ന് പറഞ്ഞു. അപ്പോൾ UDF അങ്ങനെ വിട്ടപ്പോൾ അവനെ എല്ലാവരും ഒഴിവാക്കിയതാണ്, അല്ലാതെ പ്രത്യേക പ്രശ്നമൊന്നുമില്ലേ. പാർട്ടി എവിടെ പി വി അൻവറിന്റെ? പാർട്ടി ഇവിടെ ഇല്ല. പാർട്ടി ഇവിടെ പഞ്ചായത്തിൽ കുറേ ആൾക്കാരെ നിർത്തിയിരുന്നു, അപ്പോൾ ഒക്കെ തോറ്റു പോയി. 6-7 വോട്ടായിട്ട് എല്ലാവർക്കും 7 വോട്ട് 8 വോട്ടായിട്ട് ഓരോ വാർഡിലും. നിലമ്പൂരിൽ നിന്ന് അയാളെ ബന്ധമൊക്കെ പോയി. അപ്പോൾ നിലമ്പൂർക്ക് വരുന്നതല്ല അയാൾ. അങ്ങനെ നിലമ്പൂർക്ക് എത്തലല്ല, മറ്റേ നിലമ്പൂർ ഡെയിലി ഇപ്പോൾ അറിവില്ല. അതപ്പോൾ ഞങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നത് എന്ത്? പി വി അൻവർ എവിടെ, പാർട്ടി എവിടെയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താ ഒരു അനക്കല്ലല്ലോ പി വി അൻവറിൻ്റെ ഒരു അനക്കല്ലല്ലോ. ഇത് മുമ്പുള്ള യാതൊക്കെ യാതൊന്നും ഇപ്പോൾ കാണാനല്ലോ. പി വി അൻവറിൻ്റെ യാതൊരു ഒച്ചവിളി യാതൊന്നും കേൾക്കാനില്ല. പി വി അൻവർ സ്ഥലത്തുണ്ട് തന്നെ അറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്നുമില്ല, മൂപ്പരെ മത്സരിപ്പുണ്ടാവും, പ്രവർത്തനം ഉണ്ടാവും, പ്രവർത്തന മേഖല ജനങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, അതുകൊണ്ടാവും. പക്ഷെ നല്ല രീതിയിലേക്ക് ആളുകൾ 10,000 വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതല്ലേ? ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രഭാവം ഇല്ലാത്ത. അതാ പറഞ്ഞ മൂപ്പര് അത് കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് എന്തെങ്കിലും സ്വീകരിച്ചുള്ളത് അത് മൂപ്പര് കൈകാര്യം ചെയ്തില്ല, അതുകൊണ്ടാണ്. എന്ത്? മൂപ്പര് പൊതുപ്രവർത്തനം മറ്റുള്ള രംഗത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒന്നും ശരിയായിട്ട് കൈകാര്യം ചെയ്തില്ല, വേണ്ട വിധം മൂപ്പര് കൈകാര്യം ചെയ്തില്ല. അപ്പോൾ ഈ 6 മാസം മുമ്പ് മൂപ്പര് രാജിവെച്ച് തന്നെ വേണ്ടാത്ത കാര്യമായിരുന്നു. മൂപ്പര് അത് രാജിവെക്കാതെ തന്നെ മൂപ്പർക്ക് പ്രവർത്തനം നടത്തിയിരുന്നു, അതൊന്നും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പി വി അൻവറിന്റെ പാർട്ടി ഒന്നും അല്ലാതായി മാറും. ഇവിടെ ഒന്നായി ഓൾറെഡി ഇവിടെ ആരും ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കാണുന്നല്ലേ, ഓന് പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അങ്ങനെ വെറുതെ കാര്യമില്ലാതെ രാജിവെച്ച് അങ്ങനെ പോയ ചുമളി ഉണ്ടാക്കി പോയതല്ലേ, അതിന്റെ പേരിൽ തന്നെ. ഇപ്പോ പി വി അൻവർ എന്നുള്ള സംഭവം കേൾക്കാനില്ല, അതാണ് ചോദിക്കുന്നത്. കേൾക്കാനില്ല, ചിത്രത്തിലില്ല അൻവറും ഇല്ല, അൻവറിന്റെ പാർട്ടിയില്ല. അൻവർ എന്ത് സംഭവിച്ചു ശരിക്കും? അതിനെക്കുറിച്ച് വ്യക്തതയില്ല. പി വി അൻവറിന് ഇപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ പിണറായിനായിട്ടുള്ള വാശിയിൽ നടക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ പാർട്ടി കുറച്ചടിയിൽ പോയി. അതേ പാർട്ടിനെ കുറ്റം പറഞ്ഞങ്ങനെ നടന്നു. അതിൻ്റെ MLA അതൊക്കെ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ പി വി അൻവറിനും പാർട്ടിക്ക് എന്ത് സംഭവിച്ചു? ഇപ്പൊ കേൾക്കാനില്ല, എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം. ഇപ്പോൾ പാർട്ടിക്ക് സംഭവിച്ചത് ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ പ്രശ്നമാണ്. അൻവർ ഇപ്പോൾ കുറച്ച് ക്ഷീണത്തിലാണ്. ഇനി അൻവർ കുറച്ച് ഇതിലും വലിയ ഉഷാറിൽ വരും. അൻവർ ഉഷാറായിട്ട് വരും. എപ്പോഴും ഒരാൾക്കൊരു പരാജയം ഉണ്ടാവില്ലല്ലോ, അവർ ഉഷാറായിട്ട് തന്നെ വരും. ഇതേമാതിരി തന്നെ ഒരു MLA ആയിട്ട് വീണ്ടും അൻവർ വരാൻ സാധ്യതയുണ്ട്. ഞങ്ങളെ ജനങ്ങളൊരു വിശ്വാസത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിലല്ലെങ്കിലും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അൻവർ വരും. ഞാൻ ചോദിക്കുന്നത്, പാർട്ടി അൻവർ ഒരു പാർട്ടി രൂപീകരിച്ചായിരുന്നു, ആ പാർട്ടിക്കൊന്നും ഒരു അഡ്രസ് ഇല്ലാണ്ടായി പോയി. പാർട്ടിക്ക് അഡ്രസ്സ് പറഞ്ഞാൽ പുതുതായിട്ട് വരുന്ന പാർട്ടിയല്ലേ, അപ്പോൾ പുതുതായിട്ട് വരുന്ന പാർട്ടിക്ക് പെട്ടെന്നൊന്നും ഒരു അഡ്രസ്സ് ഉണ്ടാകാൻ സാധ്യതയല്ല. അത് കുറച്ച് വളർന്നു ഒന്ന് വരണ്ടേ. നമ്മളൊരു തൈ നട്ടാലിപ്പോൾ വെള്ളം പാർന്ന് അങ്ങനെ വളരെയല്ലേ ചെയ്യുള്ളൂ, ആക്കം പോലെ വളരുള്ളൂ, പെട്ടെന്ന് വളരില്ലല്ലോ. അതുപോലെയാണ് ഇപ്പം അൻവറിൻ്റെ പാർട്ടി, പെട്ടെന്ന് അങ്ങനെ വളർന്നു വന്നോളും, ആക്കം പോലെ സാവകാശം വളരും അൻവറിൻ്റെ പാർട്ടി. അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞാൽ അൻവറിന് ഒരു പാർട്ടി പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ അൻവറിൻ്റെ സ്ഥാനം. പിന്തുണയില്ലാതെ അൻവറിന് എന്ത് സ്ഥാനം അവിടെ? ഒരു സ്ഥാനം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, അവനൊരു എന്താ പറയുക, പിന്തുണയ്ക്കാൻ ഒരാളുണ്ടെങ്കിലേ ഉള്ളൂ രാഷ്ട്രീയ ഭാവി ഉണ്ടാവുള്ളൂ. അത് ഏതൊരു വ്യക്തിക്കാണെങ്കിലും. ഇവിടെ പറഞ്ഞാൽ ആര്യാടൻ്റെ മണ്ണാണ്. അപ്പോൾ ആര്യാടൻ്റെ മണ്ണിൽ ആര്യാടനല്ലാതെ ആരെ ജയിക്കുക? ഞാൻ ജയിക്കുന്നത് ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു, ആ പാർട്ടി പോലും ഇപ്പൊ കാണാനില്ല. എന്തുകൊണ്ടാണ്? അത് കാണാനില്ലാത്തത് കൊണ്ടാണ്. അവനെ പിന്തുണയ്ക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ്. പിന്തുണ വേണ്ടേ?
ബാക്കിലൊരു പിന്തുണ വേണ്ടേ? മറുകണ്ഠം ചാടിയത് തന്നെ ഒരു അവസ്ഥ വരും എല്ലാവർക്കും. അതെല്ലാവരുടെ അവസ്ഥ അത് തന്നെ. അത്രേ ഉള്ളൂ പറയാം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താ അത് മറുകണ്ഠം ചാടിയതല്ലേ, ഇനിയിപ്പോൾ അതിനെന്താ പറയാനുള്ളത്? ഒന്നും പറയാൻ. PV അൻവറിന്റെ പാർട്ടി അത്ര വലിയ ശക്തമല്ല, പാർട്ടിയായിട്ട് ശക്തിയൊന്നുമില്ല ഇവിടെ. പിന്നെ അന്നത്തെ രാഷ്ട്രീയ നിലപാടിന്റെ രാഷ്ട്രീയത്തിൽ അന്നത്തെ പെട്ടെന്നൊന്ന നിയമസഭാ ഇലക്ഷൻ്റെയും ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഓളം ഉണ്ടാക്കിയെന്നുള്ളൂ. അല്ലാതെ PV അൻവറിന്റെ പാർട്ടിയായിട്ട് ഇവിടെ ശക്തമായ പാർട്ടിയൊന്നും നിലമ്പൂർ ഭാഗത്തില്ല. സ്ഥാനം എന്ന് പറഞ്ഞാൽ PV അൻവറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു സ്ഥാനം കളഞ്ഞു കുളിച്ചു എന്ന് പറയാം. അതായത് MLA ആയിട്ട് നല്ലതായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിൽ ചില രാഷ്ട്രീയ ഇഷ്യൂസിന്റെ മറവിൽ അവർ പിരിഞ്ഞുപോയി. അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്നൊന്നും അല്ലാത്ത രീതിയിൽ മറഞ്ഞുപോയി. PV അൻവറിന് നല്ലൊരു സ്വാധീനം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നഗരസഭാ ഭരണത്തിൽ PV അൻവറിന്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് അറിയില്ല, അതാണ് അതിന്റെ യഥാർത്ഥം. അന്ന് പവർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അൻവറിനുണ്ടോ? അൻവറിന്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ച് കിടക്കുകയാണ്. സംഘടിപ്പിച്ച ഒരു വോട്ടിംഗ് ബാങ്ക് തന്നെയാണ് അൻവർ. സംഘടിപ്പിക്കാതെ ഒരു നിർജീവാവസ്ഥയിലാണ് ഇപ്പൊ. അതിന്റെ നിർജീവാവസ്ഥയിലെന്ന് പറയുന്നത് അതല്ല, ഇപ്പൊ അൻവർ UDF ആയിട്ട് ഘടകകക്ഷിയായിട്ടുള്ള ഒരു ചർച്ചകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പിന്നെ LDF ആയിട്ട് UDF ഏതെങ്കിലും ഒരു മുന്നണിയിൽ ചേർന്നാലേ അതിന്റെ പവർ കാണിക്കാൻ പറ്റാന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അൻവർ ഒരു വോട്ട് ബാങ്കിങ് ഉണ്ട്, അത് അൻവറിന്റെ കൂടെ ആളുകളുണ്ട്. പക്ഷെ അവരെ എടുത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നേതൃത്വം ഇല്ലാത്ത തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല, അൻവറിന്റെ നേതൃത്വം ഉണ്ടല്ലോ. PV അൻവറിന് എന്ത് പറ്റി, പാർട്ടിക്ക് എന്ത് പറ്റി? നിലമ്പൂരിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. നന്ദി, നമസ്കാരം.